First, relation between equilibrium constant Kc, reaction quotient Qc, and Gibbs energy delta G. അപ്പൊ അതിനൊരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ദെൻ കുറച്ച് കണ്ടീഷൻസും കൂടെ. അപ്പൊ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടുത്തെ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഗിബ്സ് എനർജി ചേഞ്ച് വെച്ചിട്ടാണ് ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ദെൻ ആ ഡെൽറ്റ ജിന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ ജി വാല്യൂ തമ്മിലുള്ള റിലേഷൻ നമ്മൾ റിലേറ്റ് ചെയ്യും. ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 plus RT ln Kc. ഇതിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗിബ്സ് ഫ്രീ എനർജി ആണ്. ഡെൽറ്റ G0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ആണ്. R ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, Kc ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നോർമലി ഇത് നമ്മൾ പറയുന്നത് Kcക്ക് പകരം ഇവിടെ Qc ആയിരിക്കും നമ്മൾ ആദ്യത്തെ റിലേഷനിൽ യൂസ് ചെയ്തത്. Then നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇക്വിലിബ്രിയത്തില് ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എഴുതാം 0 ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷന് 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln. Then വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയത്തില് QC ഈക്വൽ ടു KC എന്ന് പഠിച്ചിട്ടുണ്ട്. KCയും QCയും ഈക്വൽ ആണ് ഇക്വിലിബ്രിയം. സോ ഇവിടെ QCക്ക് പകരം നമുക്ക് KC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ മൈനസ് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു RT ln KC or minus delta G0 is equal to 2.303 RT log Kc. ഈ ഇക്വേഷൻ ബൈ പാർട്ടിക്കാം. ഈ ഇക്വേഷൻ നോർമൽ റിലേഷൻ ഇതാണ്. ഇക്വിലിബ്രിയത്തിൽ ആകുമ്പോഴത്തേക്കും ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 ആവും, അതുപോലെ QC എന്ന് പറയുന്നത് KC ആവും. ഫൈനലി നമുക്ക് കിട്ടും മൈനസ് ഡെൽറ്റ G0 is equal to 2.303 RT log Kc. ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇനി കുറച്ച് കണ്ടീഷൻസ് കൂടെ നമുക്ക് നോക്കാനുണ്ട് ഈ ഡെൽറ്റ G0 വാല്യൂ വെച്ചിട്ട്. ഇപ്പൊ ഇതിലെ ഡെൽറ്റ G0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആണ്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഡെൽറ്റ G0 മൈനസ് ഡെൽറ്റ G0 എന്ന് പറയുന്നത് RT ln Kc. ഓർ നമുക്ക് പറയാം ഡെൽറ്റ G0 is equal to മൈനസ് RT ln Kc. ഈ നെഗറ്റീവ് സൈൻ അപ്പുറം കൊണ്ടുപോയിട്ടേ ഉള്ളൂ, വേറെ ചേഞ്ച് ഒന്നും അതിലില്ല. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, സപ്പോസ് ഡെൽറ്റ G0 വാല്യൂ നെഗറ്റീവ് ആണ്. ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, ഇത്രയും കണ്ടീഷൻ ആണെങ്കിൽ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി ഡെൽറ്റ G0 വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, ഡെൽറ്റ G0 ലെസ് ദാൻ 0 മീൻസ് അത് നെഗറ്റീവ് ആണ് എങ്കിൽ ഡെൽറ്റ G0 ബൈ RT, ഈ RT ഇപ്പുറം കൊണ്ടുവന്നാൽ ഡെൽറ്റ G0 ബൈ RT ആണ്. ഡെൽറ്റ G0 ബൈ RT എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് പോസിറ്റീവ് ആയിരിക്കും. എങ്കിൽ ഈ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കോ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കോ? ഡെൽറ്റ G0 ലെസ് ദാൻ 0 ആണ്. ഡെൽറ്റ G0 ബൈ RT ഗ്രേറ്റർ ദാൻ 0 ആണ്. Then this reaction is spontaneous or non-spontaneous? എന്തായിരിക്കും?
എന്തായിരിക്കും റിയാക്ഷൻ? ഋതു എന്തായിരിക്കും റിയാക്ഷൻ? സ്പോണ്ടേനിയസ് ആയിരിക്കും, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും? റിപ്ലൈ തരാൻ ആരും ഇല്ലേ ക്ലാസ്സിൽ? സ്പോണ്ടേനിയസ് ആയിരിക്കും. വേറെ നോക്കണ്ട, ഡെൽറ്റ G0 ലെസ് ദാൻ 0 ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ Kc വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് Kc വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇത് എങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ ഡെൽറ്റ G0 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡെൽറ്റ G0 ബൈ RT ലെസ് ദാൻ 0 ആവും. എങ്കിൽ ഇതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഓർ Kc ലെസ് ദാൻ 1 ആണ്. then this reaction is non spontaneous. ഡെൽറ്റ G0 Kc then Qc ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, ഇത്രയും കണ്ടീഷൻസ് നോക്കി വെക്കുക. ഡെൽറ്റ G0 ലെസ് ദാൻ 0 ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ G0 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ ഉണ്ട്. ഇവിടെ മൈനസ് ഡെൽറ്റ G0 ആണ് RT LLKC എന്ന് പറയുന്നത്. സോ മൈനസ് ഡെൽറ്റ G0 ബൈ RT. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻസ് പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു കേസിന്റെ വാല്യൂ അനുസരിച്ച്. കേസിന്റെ വാല്യൂ ഹയർ ആണെങ്കിൽ അത് ഫോർവേഡ് ഡയറക്ഷനിലുള്ള റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. കേസിന്റെ വാല്യൂ ലെസ് ആണെങ്കിൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആക്ച്വലി ആ റേഞ്ച് പറയുന്നത് കേസിന്റെ വാല്യൂ 10⁻³ 10⁻+3 ബിറ്റ്വീൻ ആണെങ്കിൽ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയിരിക്കും. എന്ന് വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷനോ ബാക്ക്വേർഡ് ഡയറക്ഷനോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കേസിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 10⁻³ ആൻഡ് +3 ആണെങ്കിൽ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആണ്. കേസിന്റെ വാല്യൂ +3നേക്കാളും ഹയർ ആവുകയാണെങ്കിൽ അത് ഫോർവേഡ് ഡയറക്ഷനും, കേസിന്റെ വാല്യൂ -3നേക്കാളും ഹയർ ആവുകയാണെങ്കിൽ അത് -3നേക്കാളും കുറഞ്ഞു വരികയാണെങ്കിൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷനും ആയിരിക്കും റിയാക്ഷൻ ഫേവർ ചെയ്യുന്നത്. ആ പോയിന്റും കൂടെ നോട്ട് ചെയ്യാം. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻³ to +3 ആണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കേ. First question, a 20-liter container at 400 Kelvin, 20-liter container at 400 Kelvin contains CO2 gas, at pressure 0.4 atm, pressure 0.4 atm, and an excess of
strontium oxide and excess of SRO, strontium oxide. In brackets, neglect the volume of solid strontium oxide. Neglect the volume of solid strontium oxide. Full stop. The volume of container is, the volume of container is now decreased by, volume of container is now decreased by moving the movable piston, moving the movable piston fitted in the container, fitted in the container. Moving the movable piston fitted in the container. The maximum volume of the container, the maximum volume of the container comma, when pressure of CO2, when pressure of CO2 attains its maximum value, attains its maximum value will be, maximum value will be, in brackets, given that SrCO3 equilibrium में SRO solid plus CO2 gas, comma, Kp is equal to 1.68 atm. In brackets, options A 10 liter, option B 4 liter, option C 2 liter, and option D 5 liter. വേഗം ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. A 20 liter container at 400 Kelvin contains carbon dioxide (brackets gas) at pressure 0.4 atm and an excess of strontium oxide (in brackets neglect the volume of solid SRO). The volume of the container is now decreased by moving the movable piston fitted in the container. The maximum volume of the container when pressure of CO2 attains its maximum value will be. Calculate ചെയ്തിട്ട് പറഞ്ഞു. Ma'am, answer D 5 liter ആണ് വരുന്നത്. correct അല്ലേ പ്രിയ? 5 liter ആണ് correct answer. Option D 5 liter.
എങ്ങനെയാ കിട്ടുന്നേ നോക്കിക്കേ. ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ മാക്സിമം എത്തുമ്പോഴത്തേക്കും ആ കണ്ടെയ്നറിന്റെ വോളിയം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് ഇക്വിലിബ്രിയത്തിൽ വരുമ്പോഴാണ് അതിന്റെ മാക്സിമം പ്രഷറിൽ എത്തുന്നത്. ഇക്വിലിബ്രിയത്തിലായിരിക്കും ആ സബ്സ്റ്റൻസിന്റെ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ Kp വാല്യൂ ആണ് തന്നിട്ടുള്ളത്. Kp എന്ന് വെച്ചാൽ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പാർഷ്യൽ പ്രഷർ നമ്മൾ നോക്കുന്നത് ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ കേസിലാണ്. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളൂ. ദാറ്റ് മീൻസ് ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ഈ 1.6 തന്നെയാണ്. നമ്മളവിടെ റേഷ്യോ ആണ് എടുക്കുന്ന Kp കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷെ അവിടെ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ തന്നെ ഈ 1.6 atm ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കറിയാം Kp is equal to pressure of CO2 which is equal to 1.6 atm. ഇങ്ങനെ എടുക്കാൻ കാരണം ഈ റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വന്നിട്ടുള്ളൂ. അതിന്റെ പ്രഷർ മാത്രമേ നമ്മൾ ഇക്വിലിബ്രിയം പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡറും ചെയ്യാറുള്ളൂ. ഓക്കെ, ദെൻ വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. According to ideal gas equation, PV equal to nRT or V equal to nRT by P. ഇത് വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അപ്പൊ ഇതില് പ്രഷർ നമുക്കറിയാം 1.4 ഉണ്ട്. ദെൻ വോളിയം നമുക്കറിയാം, വോളിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 6 നമുക്ക് കൊടുക്കാം, ടെമ്പറേച്ചർ കൊടുക്കാം. പക്ഷെ നമ്പർ ഓഫ് മോൾസ് ഇക്വേഷനിൽ തന്നിട്ടില്ല. സോ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് N is equal to PV by RT. PV by RT കൊടുത്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇവിടെ 0.4 atm കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആദ്യം എടുത്തത്. അത്രയും പ്രഷർ ആയിരുന്നു ഉണ്ടായിരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ആ സമയത്ത് ആ കണ്ടെയ്നറിന്റെ വോളിയം എന്ന് പറയുന്നത് 20 ലിറ്റർ ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N is equal to 0.4 into 20 divided by RT. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഈ നമ്പർ ഓഫ് മോൾസ് ഈ വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, വോളിയം is equal to നമ്പർ ഓഫ് മോൾസിന് PV by RT into RT by P. ഈ N-ന്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുത്തു, ബാക്കി RT by P ഇവിടെ. ഈ RT ക്യാൻസൽ. ഇവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ട്. ഈ പ്രഷർ എന്ന് പറയുന്നത് 0.4 ആണ്, വോളിയം 20 ആണ്. അപ്പൊ 0.4 into 20 divided by കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ 1.4 is equal to 5 liter. ഇങ്ങനെയായിരിക്കും കിട്ടും. 1.6 1.4 അല്ല 1.6 എന്നാണ് തന്നിട്ടുള്ളത് Kp വാല്യൂ. ഓക്കെ, next question. If the value of an equilibrium constant, next question. If the value of an equilibrium constant for a particular reaction, is 1.6 into 10 raised to 12. If the value of an equilibrium constant for a particular reaction is 1.6 into 10 raised to 12, comma, then at equilibrium, the system will contain options. Option A, mostly reactants. Option A, mostly reactants. Option B,
Mostly products. Mostly products. Option C, similar amounts of reactants and products. Similar amounts of reactants and products. Option D, all reactants. All reactants. ഏതാ correct answer? Mostly product. Mostly products. Okay, correct answer. Mostly products. Option D ആണ്. ഇപ്പൊ ഇവിടെ equilibrium constant വാല്യൂ 10⁻⁻ പവർ 12 ആണ്, ഹയർ പവർ ആണ്. സോ ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും ഈ റിയാക്ഷൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക. ഫോർവേഡ് ഡയറക്ഷൻ കൂടുക മീൻസ് അവിടെ കൂടുതൽ ഉണ്ടാവുന്നത് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. മിസ് ഈ ക്വസ്റ്റ്യനിൽ കാസിന്റെ വാല്യൂ എത്രയാ? 1.6 into 10⁻12. 10⁻3 ഹയർ ആണെങ്കിൽ അവിടെ ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ദെൻ അവിടെ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്ട് ഇക്വിലിബ്രിയം. അപ്പം ഒരു റിയാക്ഷന് നമ്മളിപ്പോ KP പറഞ്ഞു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP പറഞ്ഞു. ആ സമയത്ത് പ്രഷറിന്റെ ടേംസിൽ KPയും KCയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ KP ആയാലും KC ആയാലും അത് റിയാക്ടൻസിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ്. ഇക്വിലിബ്രിയം ടൈമിലുള്ള കോൺസെൻട്രേഷനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനിഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഡക്റ്റിന്റെയോ റിയാക്ടന്റിന്റെയോ ഒക്കെ കോൺസെൻട്രേഷൻ വേരിയേഷൻ വരാം. നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന കോൺസെൻട്രേഷൻ ആയിരിക്കത്തില്ല അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ. പ്രോഡക്റ്റ് ആയാലും ശരി, റിയാക്ടന്റ് ആയാലും ശരി, അതിന്റെ ഇക്വിലിബ്രിയത്തിന് വേരിയേഷൻ ഉണ്ടാവാം. ദെൻ അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പ്രഷറോ വേരി ചെയ്യത്തില്ല. അത് ആ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് വരെ അതിന്റെ KP അല്ല അതിന്റെ കോൺസെൻട്രേഷൻസിന് വേരിയേഷൻ വരാം. പക്ഷെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോൺസെൻട്രേഷൻ വേരിയേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിൽ അതിന്റെ പ്രഷറിനോ അതിന് വേരിയേഷൻ ഉണ്ടാവത്തില്ല. മീൻസ് പ്രഷറിന് വേരിയേഷൻ ഉണ്ടാവത്തില്ല, ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവത്തില്ല, കോൺസെൻട്രേഷൻ ഒന്നിനും വേരിയേഷൻ ഉണ്ടാവില്ല ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇക്വിലിബ്രിയത്തിലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ ആ സിസ്റ്റത്തിന്റെ പ്രഷറോ ടെമ്പറേച്ചറോ എന്തെങ്കിലും ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ, പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, കോൺസെൻട്രേഷൻ ആവാം, എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ അത് ആ ഇക്വിലിബ്രിയത്തിനെയും ഓൾട്ടർ ചെയ്യും. അപ്പൊ ആ ഇക്വിലിബ്രിയം എന്താ ചെയ്യുക? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റത്തിന് ആ ഇക്വിലിബ്രിയം ലോസ്റ്റ് ആവാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് അതിന് വരുത്തുകയാണെങ്കിൽ ആ സിസ്റ്റം ഇറ്റ്സെൽഫ് ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ നോക്കും. അപ്പൊ അത് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ the pressure or temperature of a system is altered, the position of the equilibrium changes, and this change is governed by what is known as Le Chatelier's principle. It states that if a change occurs in any one of the external conditions, such as pressure, concentration, or temperature of a system at equilibrium, the system will tend to adjust itself in such a way as to reduce the effect of change. നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷനിൽ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ സിസ്റ്റം സ്വന്തമായിട്ട് ആ ഇക്വിലിബ്രിയത്തിന് ആ ഒരു ചേഞ്ചിനെ നള്ളിഫൈ ചെയ്തിട്ട് ഒരു പുതിയ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. ഇതാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ലോസ് ആകത്തില്ല, പകരം പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് ആ സിസ്റ്റം കൺവേർട്ട് ആവും.
അപ്പൊ അത് സ്വന്തമായിട്ട് തന്നെ നമ്മൾ അവിടെ വരുത്തുന്ന ചേഞ്ച് മീൻസ് നമ്മളിപ്പോ പ്രഷർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ കോൺസെൻട്രേഷൻ നമ്മൾ ചിലപ്പോൾ കുറച്ച് റിയാക്ടന്റ് ആഡ് ചെയ്ത് വിചാരിക്കുക, കോൺസെൻട്രേഷൻ കൂടി, അപ്പൊ ആ സിസ്റ്റത്തിന് എക്സ്റ്റേണൽ കണ്ടീഷൻസിന് വേരിയേഷൻ ഉണ്ടായി. അപ്പൊ ഇക്വിലിബ്രിയത്തിലാണ് ഒരു സിസ്റ്റം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ എക്സ്റ്റേണൽ കണ്ടീഷനിൽ വേരിയേഷൻ ഉണ്ടാക്കിയാൽ ആ സിസ്റ്റം സ്വന്തമായിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയ വേരിയേഷനെ നള്ളിഫൈ ചെയ്യും. അതിന്റെ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് അത് പോകും. ഇതിനെയാണ് ലേ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിളിൽ ഓരോന്നിനും ഉണ്ടാവുന്ന വേരിയേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് ഓരോ എക്സ്റ്റേണൽ കണ്ടീഷനും ഇക്വിലിബ്രിയത്തിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ കോൺസെൻട്രേഷൻ, ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഒരു സിമ്പിൾ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഹൈഡ്രജൻ അയോഡൈഡ് ഫോർമേഷൻ H2 plus I2 equilibrium with 2HI. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം ആണ്. ഞാൻ ഇതിന്റെ റിയാക്ടന്റ് ഹൈഡ്രജൻ കുറച്ചധികം ആഡ് ചെയ്തു വിചാരിക്കാം. ഇതിലേക്ക് കുറച്ചധികം ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പൊ ഈ സിസ്റ്റത്തിന് എന്തായിരിക്കും സംഭവിക്കുക? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഒരു സിസ്റ്റത്തില് നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആ സിസ്റ്റം ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ നോക്കും. അപ്പൊ ഞാൻ ഈ സിസ്റ്റത്തില് റിയാക്ടന്റ് ആയിട്ട് ഒരു റിയാക്ടന്റ് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂട്ടിക്കൊടുത്തു. അപ്പൊ ഈ സിസ്റ്റത്തിന് ആ ചേഞ്ച് ഇല്ലാണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? സ്വന്തമായിട്ട് ആ ഹൈഡ്രജൻ, ഞാൻ കൂട്ടിക്കൊടുത്ത ഹൈഡ്രജൻ അതിന് കുറയ്ക്കണം. അപ്പൊ ഇവിടെ റിയാക്ടന്റ് സൈഡിലുള്ള ഹൈഡ്രജൻ എമൗണ്ട് ഡിക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞേ. അവിടെ ഏത് ഡിറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക? ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക? ഫോർവേഡ് ഡയറക്ഷൻ. അതായത് ഈ സിസ്റ്റത്തിന് ഞാനിവിടെ ആഡ് ചെയ്ത ഹൈഡ്രജന്റെ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ അത് പ്രോഡക്റ്റ് ആക്കി മാറ്റുക മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുത്ത റിയാക്ടന്റ് കുറയണമെങ്കിൽ അത്രയും റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആവണം. സോ ഇത് പ്രോഡക്റ്റ്, ഈ ഹൈഡ്രജൻ അഡീഷണലി ആഡ് ചെയ്ത ഹൈഡ്രജൻ പ്രോഡക്റ്റ് ആയി മാറിയാൽ മാത്രമേ ആ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആവൂ. സോ പ്രോഡക്റ്റ് ആവണമെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ ആണ് റിയാക്ഷൻ നടത്തിയത്. സോ ഇത് ഫോർവേഡ് ഡയറക്ഷനെ പ്രിഫർ ചെയ്യും. മനസ്സിലായോ? അപ്പോ ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തില് നമ്മൾ വൺ ഓഫ് എനി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ദാറ്റ് മീൻസ് ഹൈ ഈൽഡ് നമുക്ക് കിട്ടും. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഈൽഡ് കൂടും. ക്ലിയർ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇനി പറഞ്ഞേ, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്താ റിയാക്ടന്റിന്റെ എമൗണ്ട് കൂട്ടിയാൽ അവിടെ QC വാല്യൂ ആയിരിക്കോ KC വാല്യൂ ആയിരിക്കോ കൂടുതൽ? QC ആയിരിക്കോ KC ആയിരിക്കും കൂടുതൽ? QC or KC? എങ്ങനെയായിരിക്കും ഇതിന്റെ റിലേഷൻ? QCയും KCയും തമ്മിലുള്ള റിലേഷൻ? QC ലെസ് ആയിരിക്കോ KC ലെസ് ആയിരിക്കോ? ആലോചിക്കുക. ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷൻ ആണ് നടന്നത്. കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷൻ ആണ് റിയാക്ഷൻ. അപ്പോ അപ്പൊ QC KC വാല്യൂ റിലേഷൻ എങ്ങനെയാ? ഓക്കെ, KC ലെസ്സോ? ആലോചിച്ച് ഫോർവേഡ് ഡയറക്ഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ KC ആണോ ലെസ് ആവേണ്ടേ QC ആണോ ലെസ് ആവേണ്ടേ? ഫോർവേഡ് ഡയറക്ഷൻ QC ആണ് ലെസ് ആവേണ്ടത്. അപ്പോ ഇത് നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ അവിടെ എന്താ നടക്കുക? QC ലെസ് ദാൻ KC ആയിരിക്കും. ദാറ്റ് മീൻസ് റിയാക്ടന്റ് റിയാക്ട് ടു ഫോം പ്രോഡക്റ്റ്. അതായത് ഫോർവേഡ് ഡയറക്ഷൻ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. റിയാക്ടന്റ് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കൊടുത്താൽ ആ സിസ്റ്റം ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും.
കുറയ്ക്കാൻ മീൻസ് അത്രയും റിയാക്ടന്റിനെ അത് പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ആകും. പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ആവുക മീൻസ് ഫോർവേഡ് ഡയറക്ഷൻ റിയാക്ഷൻ നടക്കും. അപ്പോഴത്തേക്കും ക്യൂസിന്റെ വാല്യൂ ലെസ്സും കെസി ഹയർ വാല്യൂ ആയിട്ട് മാറും. ഈ 3 കാര്യങ്ങൾ ഓർക്കുക. സാധാരണ ഒരു ഇക്വിലിബ്രിയത്തില് ഇത് ഫോർവേഡ് ഡയറക്ഷൻ ആണോ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണോ കുറച്ച് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ആ വേരിയേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഫെറിക് സയനേറ്റ് തയോസയനേറ്റിന്റെ ഒരു എക്സാമ്പിൾ. Fe3+ aqueous സൊല്യൂഷനിലുള്ളത് Fe3+ SCN- റിയാക്ട് ചെയ്യണം വിചാരിക്കാം. Fe3+ റിയാക്റ്റഡ് വിത്ത് SCN-. ആക്ച്വലി Fe3+ന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്, യെല്ലോ കളർ. SCN-ന്റെ കളർ എന്ന് പറയുന്നത് ഇത് കളർലെസ് ആണ്. ഇത് യെല്ലോ കളർ. ഇത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് FeSCN ഇതായിരിക്കും കിട്ടുക. ആക്ച്വലി ഇതിന്റെ കളർ ഇതിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ഈ കളർ ചേഞ്ച് കണ്ടാൽ നമുക്കത് ഏത് ഡയറക്ഷനിലോട്ടാണ് റിയാക്ഷൻ നടന്നത് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് റിയാക്ടന്റും പ്രോഡക്റ്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ എമൗണ്ട് കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് എന്താ നേരിട്ട് കാണുമ്പോഴത്തേക്കും അതിൽ റിയാക്ടന്റ് ചെയ്താ പ്രോഡക്റ്റ് ചെയ്താ എല്ലാം കളർലെസ് ആണെങ്കിൽ അതിന്റെ എന്താന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളർ വേരിയേഷൻ ഉള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫെറിക് അയോണും പിന്നെ എന്താ SCN- തമ്മിലുള്ള റിയാക്ഷൻ. ഈ ഫെറിക് അയൺ എന്ന് പറയുന്നത് യെല്ലോ കളർ ആണ്. അത് റിയാക്ട് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. അപ്പൊ ആ കളർ വേരിയേഷൻ അനുസരിച്ച് അത് ഏത് ഡയറക്ഷനിലോട്ടാണ് റിയാക്ഷൻ നടത്തുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എക്സാമ്പിളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കോൺസെൻട്രേഷന്റെ എന്താ എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തത്. ഇപ്പൊ കോൺസെൻട്രേഷന്റെ ചേഞ്ച് മനസ്സിലായോ? കോൺസെൻട്രേഷന്റെ ഇഫക്റ്റ് മനസ്സിലായോ? മനസ്സിലായോ? യെസ് മാം. ഓക്കെ. അപ്പൊ ഇനി വേറൊരു കാര്യം, നമ്മളിവിടെ കുറച്ച് റിയാക്ടന്റ് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോം ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു റിയാക്ഷൻ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ കുറെ ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യും. ഞാൻ ആ ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക എങ്കിൽ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക? ഏത് ഡയറക്ഷനിലോട്ടാ? ബാക്ക്വേർഡ് ആണോ? ആലോചിച്ചാക്കി ഞാനിവിടെ പ്രോഡക്റ്റ് റിമൂവ് ചെയ്യാം എന്ന് വെച്ചാൽ പ്രോഡക്റ്റിന്റെ എമൗണ്ട് ഞാൻ കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ സിസ്റ്റം എന്താ ചെയ്യാൻ ശ്രമിക്കുക? ഞാനിവിടെ കുറയ്ക്കുന്ന പ്രോഡക്റ്റ് കൂട്ടാൻ നോക്കും അല്ലെ? അപ്പൊ എങ്ങോട്ടാ റിയാക്ഷൻ നടക്കുക? അത് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചേഞ്ച് ആണോ അവിടെ ചെയ്യുന്നത് അപ്പൊ സിസ്റ്റം അതിന് നള്ളിഫൈ ചെയ്യാനാ നോക്കും. അപ്പൊ ഞാൻ അവിടെ കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയപ്പോ സിസ്റ്റം അത് കുറയ്ക്കാൻ നോക്കി. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ അത്രയും റിയാക്ടന്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റണം. ദെൻ പ്രോഡക്റ്റ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എത്രയും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക മീൻസ് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയുക. ആ കുറഞ്ഞ കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇനിയും പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യണം. ദാറ്റ് മീൻസ് അഗെയിൻ ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ. ഞാൻ ഇവിടെ അയഡിൻ ആദ്യം കുറച്ച് അയഡിൻ എടുത്തു. ഇക്വിലിബ്രിയം ആയതിനു ശേഷം അതിൽ നിന്ന് കുറെ അയഡിന് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ എന്തായിരിക്കും നടക്കുക? റിയാക്ടന്റിന്റെ എമൗണ്ട് കുറച്ചു. എങ്കിലോ ബാക്ക്വേർഡ് റിയാക്ഷൻ. എങ്ങനെയാ? റിയാക്ടന്റിന്റെ എമൗണ്ട് കുറയ്ക്കുമ്പോ ആ സിസ്റ്റം ആ റിയാക്ടന്റിന്റെ എമൗണ്ട് കൂട്ടാൻ നോക്കും. റിയാക്ടന്റ് എമൗണ്ട് കൂട്ടാൻ മീൻസ് എന്താ? പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയി മാറുക. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതുപോലെ കുറച്ച് അഡീഷണൽ പ്രോഡക്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്താലോ? പ്രോഡക്റ്റ് അഡീഷണൽ കൊടുത്താലോ? ബാക്ക്വേർഡ്. ഞാൻ പ്രോഡക്റ്റ് കൂടുതൽ കൊടുത്താലും ആ സിസ്റ്റം ആ പ്രോഡക്റ്റ് കുറയ്ക്കാൻ നോക്കും. പ്രോഡക്റ്റ് കുറയ്ക്കുക മീൻസ് അത് റിയാക്ടന്റിലോട്ട് കൺവേർട്ട് ആവും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ.
ഇപ്പൊ കോൺസെൻട്രേഷന്റെ ഇഫക്റ്റ് എങ്ങനെ ചോദിച്ചാൽ എഴുതോ ഇനി? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി രണ്ടാമത്തത് ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ. പ്രഷറിന്റെ ചേഞ്ച്. പ്രഷറിന്റെ ചേഞ്ച് നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഓളിയൊക്കെ നമ്മൾ ഗ്യാസസിന്റെ കേസിലാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ നമ്മളൊരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇപ്പൊ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ H2 plus I2 equilibrium with 2HI എല്ലാം ഗ്യാസസ്. ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്നത് 1 mole hydrogen, 1 mole iodine, total 2 moles ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 mole ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസിന് റിയാക്ടന്റിലും പ്രോഡക്റ്റിലും നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ ഇല്ല. ഈ ടൈപ്പ് റിയാക്ഷൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയം സ്റ്റേറ്റില് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രഷർ കൂട്ടിയാലും കുറച്ചാലും യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ആ സിസ്റ്റത്തില് പ്രഷറിന്റെ ഓൾട്ടറേഷൻ, നമ്മൾ പ്രഷറിന് ചേഞ്ച് വരുത്തിയാൽ സിസ്റ്റത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് മീൻസ് അവിടെ വോളിയാണ് ഉദ്ദേശിക്കുന്നത്, അത് ഈക്വൽ ആണെങ്കിൽ പ്രഷറിന് അവിടെ ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മൾ പ്രഷർ എങ്ങനെ ചേഞ്ച് ചെയ്താലും അതിന് ആ കറസ്പോണ്ടിങ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത്. സോ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ പ്രഷറിന് ചേഞ്ച് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് ഇല്ല, പ്രഷർ ഓൾട്ടർ ചെയ്താലും അത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ. ഇപ്പൊ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും നമ്പർ ഓഫ് മോൾസ് അൺഈക്വൽ ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് അമോണിയയുടെ റിയാക്ഷൻ. നോക്കിക്കേ, ഇവിടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് 1 mole നൈട്രജൻ 3 mole ഹൈഡ്രജൻ, ദാറ്റ് മീൻസ് ടോട്ടൽ 4 mole റിയാക്ടന്റ് ഉണ്ട്, പ്രോഡക്റ്റ് 2 mole ഉള്ളൂ. റിയാക്ടന്റ് 4ഉം പ്രോഡക്റ്റ് 2. ഇവിടെ റിയാക്ടന്റിലും പ്രോഡക്റ്റിലും നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ ഉള്ള സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രഷർ കൂട്ടിക്കൊടുത്താൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് ആ ഡയറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ പ്രഷർ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? ഇവിടെ റിയാക്ടന്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്, പ്രോഡക്റ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് കുറവാണ്. അപ്പോ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് ലെസ്സർ നമ്പർ ഉള്ളത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പ്രഷർ കൂട്ടിക്കൊടുത്താൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ QC KC വാല്യൂ റിലേഷൻ എങ്ങനെയായിരിക്കും? നമ്മള് ഈ ഒരു സിസ്റ്റത്തില് പ്രഷർ കൂട്ടിയാൽ QC ആണോ KC ആണോ ലാർജർ? ഏതാ? KC. ഫോർവേഡ് ഡയറക്ഷൻ ഏത് റിയാക്ഷൻ നടന്നാലും അവിടെ KC ആയിരിക്കും ലാർജർ വാല്യൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ മാത്രം ഓർക്കുക, നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ പ്രഷറിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അല്ല സോറി, നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ ഇല്ല എങ്കിൽ പ്രഷറിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. പ്രഷർ കൂട്ടുകയാണെങ്കിൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് ആ ഡയറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. ഓക്കെ. അപ്പൊ ഈ സിസ്റ്റത്തിൽ ഈ സെയിം സിസ്റ്റം തന്നെ ഞാൻ എടുത്തു, അതിൽ ഞാൻ പ്രഷർ കുറയ്ക്കുകയാണ്. പ്രഷർ കുറയ്ക്കുമ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുക? പ്രഷർ കുറച്ചാൽ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക?
പറഞ്ഞേ, ഏത് ഡയറക്ഷനിലാ? ബാക്ക്വേർഡ്. ഓക്കെ, പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ആ ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇഫക്റ്റ് പ്രഷറിൻ്റെതാണ്, അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ടെമ്പറേച്ചർ, ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇപ്പൊ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പൊ രണ്ട് രീതിയിൽ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ പറയുമ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് റിയാക്ഷൻ, ഒന്ന് എക്സോതെർമിക്കും രണ്ടാമത്തത് എൻഡോതെർമിക്. ഈ രണ്ട് റിയാക്ഷനും ഡിഫറെന്റ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച്. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? എക്സാമ്പിൾ അല്ല, എന്താ മീൻ ചെയ്യുന്നത് എക്സോതെർമിക് റിയാക്ഷനിൽ? എക്സോതെർമിക് റിയാക്ഷന്റെ കൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എക്സോതെർമിക്. അതേ റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ അഡീഷണലി കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം എന്താ ചെയ്യാൻ നോക്കുക? കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കോ, നമ്മൾ അഡീഷണലി കൊടുക്കുന്ന ഹീറ്റ് കുറയ്ക്കാൻ നോക്കൂ? എന്തായിരിക്കും അവിടെ ചെയ്യാം? അഡീഷണലി കൊടുക്കുന്ന ഹീറ്റ് കുറയ്ക്കാൻ നോക്കും. അപ്പൊ ദാറ്റ് മീൻസ് അവിടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നടക്കുക? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ അഡീഷണൽ ടെമ്പറേച്ചർ കൊടുത്താൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എക്സോതെർമിക് റിയാക്ഷൻ ഫേവർ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചർ റിയാക്ഷൻസ് ആയിരിക്കും. ഇപ്പൊ എക്സോതെർമിക് ആണെങ്കിൽ അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, അതേസമയം എൻഡോതെർമിക് എന്ന് വെച്ചാൽ എന്താ? എൻഡോതെർമിക് റിയാക്ഷൻ എന്താ മീനിങ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഹീറ്റ് കൂടുതൽ കൊടുത്താൽ എന്താ ചെയ്യാ? അത് കൂടുതൽ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരുപാട് പ്രോഡക്റ്റ് അത് ഫോം ചെയ്യും. ഇപ്പൊ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും അത് ഫേവർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് സിംപ്ലി ഇങ്ങനെ പറയാം, എക്സോതെർമിക് ആണെങ്കിൽ അത് ഫേവർ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചർ ആയിരിക്കും, എൻഡോതെർമിക് ആണെങ്കിൽ അത് ഫേവർ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും. ഒരു റിയാക്ഷൻ തന്നിരുന്നാൽ അത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ആയിരിക്കും തരും. ഫോർ എക്സാമ്പിൾ ഈ ഒരു റിയാക്ഷൻ, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു, കാർബൺ മോണോക്സൈഡും CH4 തമ്മിലുള്ള റിയാക്ഷൻ. അപ്പൊ ഇത് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിലുള്ള റിയാക്ഷൻ. ഇത് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഫോം ചെയ്യും. ഡെൽറ്റ എച്ച് വാല്യൂ തന്നു. ഈ ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ നടത്തുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ. കാരണം ഡെൽറ്റ ഒരു റിയാക്ഷൻ തന്നിരുന്നാൽ അതിന്റെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നോക്കുക. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക് ആണ്. സോ ഈ റിയാക്ഷനിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ദാറ്റ് മീൻസ് അത് എക്സോതെർമിക് ആണ്.
എക്സോതെർമിക്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വെച്ചിട്ട് അത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ടെമ്പറേച്ചർ. മനസ്സിലായോ? ക്ലിയർ ആണോ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ പറയുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നോക്കുക, എൻഡോതെർമിക്കും എക്സോതെർമിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ കണ്ടീഷൻ, നാലാമത്തത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. എന്താ കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ? കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് എന്താ? കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന ഒരു റിയാക്ഷന്റെ സ്പീഡിനെ ഓൾട്ടർ ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഇൻവോൾവിംഗ് ദ റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യത്തില്ല, പക്ഷെ റിയാക്ഷന്റെ സ്പീഡിനെ ഓൾട്ടർ ചെയ്യാം. അപ്പൊ ഈ ഓൾട്ടർ ചെയ്യാൻ മീൻസ് സ്പീഡ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ നോർമലി പഠിക്കുന്നതെല്ലാം സ്പീഡ് കൂട്ടുന്ന കാറ്റലിസ്റ്റ് ആണ്. അതിനെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു റിയാക്ഷൻ, ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ അവിടെ എങ്ങനെയാണ് ഇഫക്റ്റ്? ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിന്റെ പൊസിഷനെ ഓൾട്ടർ ചെയ്യത്തില്ല, ഇക്വിലിബ്രിയത്തിനെ ഫോർവേഡും ആക്കത്തില്ല ബാക്ക്വേർഡും ആക്കത്തില്ല. ദാറ്റ് മീൻസ് കാറ്റലിസ്റ്റിന് ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ നോ ഇൻഫ്ലുവൻസ്, യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. പക്ഷെ നമ്മളൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ വേഗത്തില് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇക്വിലിബ്രിയത്തിൽ ആയി കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന് ഇഫക്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോ എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കാറ്റലിസ്റ്റ് അഫക്ട് ചെയ്യത്തില്ല. പക്ഷെ ഇക്വിലിബ്രിയം ആയിട്ടില്ല എങ്കിൽ വേഗത്തില് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ അവിടെ കുറയ്ക്കും കാറ്റലിസ്റ്റ്. അല്ലാണ്ട് ഇക്വിലിബ്രിയം റിയാക്ഷനിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഇനി ഇവിടെ നോ ഇൻഫ്ലുവൻസ് ആണ് കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൽ. ഇനി ഇഫക്റ്റ് ഓഫ് ഇനർട്ട് ഗ്യാസ് അഡിഷൻ. നമ്മളൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ അവിടെ എങ്ങനെയായിരിക്കും? ഇനർട്ട് ഗ്യാസ് എന്ന് വെച്ചാൽ നമ്മുടെ നോബിൾ ഗ്യാസസ് 18th ഗ്രൂപ്പ് ഗ്യാസസ് ആണ് ഇനർട്ട് ഗ്യാസസ്. ഒരു ഇക്വിലിബ്രിയത്തില് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ ഇപ്പൊ ആ റിയാക്ഷനില് നമ്മൾ ആഡ് ചെയ്യും, നമ്മളിപ്പോ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഹീലിയം ആവാം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഇതൊക്കെയാണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ഇക്വിലിബ്രിയത്തില് ഈ ഇനർട്ട് ഗ്യാസ് ഏതെങ്കിലും ഒരു റിയാക്ടന്റ് ആയിട്ടോ പ്രോഡക്റ്റ് ആയിട്ടോ ഓൾറെഡി പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇനർട്ട് ഗ്യാസ് അവിടെ എന്താ റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ കൂട്ടുന്ന സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. എങ്കിൽ മാത്രം ഇനർട്ട് ഗ്യാസിന് കോൺസെൻട്രേഷന്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാവും. അല്ലാണ്ട് ഒരു റിയാക്ഷനിൽ ഇനർട്ട് ഗ്യാസ് പ്രസന്റ് അല്ല എന്നിട്ടാണ് നമ്മൾ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. കാറ്റലിസ്റ്റ് പോലെ തന്നെ ഇനർട്ട് ഗ്യാസിനും ഇക്വിലിബ്രിയം റിയാക്ഷനിൽ ഇൻഫ്ലുവൻസ് ഇല്ല. ആ ഇനർട്ട് ഗ്യാസ് അവിടെ ഏതെങ്കിലും റിയാക്ടന്റ് ആയിട്ടോ പ്രോഡക്റ്റ് ആയിട്ടോ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനർട്ട് ഗ്യാസിന്റെ വേറെ പ്രസൻസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എത്ര ഇനർട്ട് ഗ്യാസ് അവിടെ ആഡ് ചെയ്താലും ആ റിയാക്ഷൻ ആ ഇക്വിലിബ്രിയത്തിനെ ഇനർട്ട് ഗ്യാസ് അഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും എന്താ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആണ് നമ്മൾ ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾസിൽ നോക്കേണ്ടത്. ക്ലിയർ ആണോ? ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിളും അതിന്റെ ഇഫക്റ്റും ക്ലിയർ ആണോ? ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കേ.
Question go. Hydrolysis of sucrose is hydrolysis of sucrose is given by the following reaction. Given by the following reaction. Reaction is sucrose plus H2O equilibrium with glucose plus fructose. Reaction എഴുതിയിട്ട് അതിന്റെ കൂടെ എഴുതുക. If the equilibrium constant Kc is 2 into 10 raised to 13 at 300 Kelvin, comma, if the equilibrium constant Kc is 2 into 10 raised to 13 at 300 Kelvin, comma, the value of delta G0, the value of delta G0 the value of delta G0 at the same temperature will be at the same temperature. Options. Option A 8.314 joule mole raised to -1 Kelvin raised to -1 into 300 Kelvin into ln 2 into 10 raised to 13. Option B. Option B ഇതെല്ലാം സെയിം ആണ്. ലാസ്റ്റ് ln 3 into 10 raised to 13. Option C ഇവിടെ -8.314 ln 4 into 10 raised to 13. Option D -8.314 ആണ്. ln 2 into 10 raised to 13. ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. D ആണോ മിസ്? Okay, correct answer option D. -8.314 into 300 into ln 2 into 10 raised to 13. Directionle equationle substitute ചെയ്യും. Equation എന്താ? -RT log Kc. Okay.
delta G0 is equal to minus RT ln Kc. Or it is equal to ln തന്നെ എടുത്തിട്ടുള്ളത്. So നമുക്ക് 2.303 എന്ന് വേണ്ട, just direct substitution. Next question. Next question is which of the following conditions? Which one of the following conditions? Which one of the following conditions will favor maximum formation of the product? Will favor maximum formation of the product in the reaction. Which one of the following conditions will favor maximum formation of the product in the reaction? Reaction edit options either. Option A, low temperature and high pressure. Low temperature and high pressure. Option B, low temperature and low pressure. Low temperature and low pressure. Option C, high temperature and low pressure. High temperature and low pressure. Option D, high temperature and high pressure. Low High temperature and high pressure. Okay, correct answer. Correct answer option A ആണ്, low temperature and high pressure. The reaction നോക്കുക. First delta H ന്റെ value ഇവിടെ minus ആണ്, negative value. Negative means exothermic ആണ്. Exothermic reaction favor ചെയ്യുന്നത് low temperature ആണ്. Then pressure influence ഉണ്ടാവണമെങ്കിൽ number of moles ന് variation ഉണ്ടാവും. ഇവിടെ reactant രണ്ട് number of moles product ഒരു mole. So product number of moles കുറവാണ്. അപ്പൊ pressure കൂട്ടിയാലാണ് number of moles കുറഞ്ഞ directionലോട്ട് reaction നടക്കുന്നത്. അപ്പൊ high pressure ഉം low temperature ആയിരിക്കും ഈ reaction favor ചെയ്യുന്നത്. Okay, next question. Which of the following statements is correct? Which of the following statements is correct for a reversible process? For a reversible process in a state of equilibrium. In a state of equilibrium. State of equilibrium. Option A, delta G is equal to 2.30 RT log K. Option B, delta G0 is equal to minus 2.30 RT log K. Option C, delta G0 equal to 2.30 RT log K. Option D, delta G is equal to minus 2.30 RT log K.
ഏതാ കറക്റ്റ് ആൻസർ? Delta G0 is equal to minus 2.303 RT log K. Okay, correct answer option B. Correct equation. Okay. Next question. For the reversible reaction, next question. For the reversible reaction, N2 plus 3H2 gas equilibrium with 2NH3 plus heat. If the equilibrium shifts in forward direction, the equilibrium shift in forward direction, options. Option A, by increasing the concentration of ammonia. By increasing the concentration of ammonia. Option B, by decreasing the pressure. By decreasing the pressure. Option C, by decreasing concentration of nitrogen and hydrogen. By decreasing concentration of nitrogen and hydrogen. Option D, by increasing pressure and decreasing temperature. By Answer D, increasing pressure and decreasing temperature. Okay, correct answer option D, by increasing pressure and decreasing temperature. Option D. Next question. For a given exothermic reaction, next question. For a given exothermic reaction, comma, Kp and Kp dash. Kp and Kp dash are the equilibrium constants. Are the equilibrium constants at temperatures T1 and T2 respectively. For a given exothermic reaction, Kp and Kp dash are the equilibrium constants at temperatures T1 and T2 respectively. Full stop. Assuming that heat of reaction is constant. Heat of reaction is constant in temperature range between T1 and T2, comma, it is readily observed that question onnoda vaayikam. For a given exothermic reaction, Kp and Kp dash are the equilibrium constants at temperatures T1 and T2 respectively. Assuming that heat of reaction is constant in temperature range between T1 and T2, it is readily observed that options. Option A,
Kp greater than Kp dash. Option B, Kp less than Kp dash. Option C, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മിസ്. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെ? ഓപ്ഷൻ എ Kp greater എ than. ആണ് മിസ്. ഓക്കെ, കറക്റ്റ് എ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അതിന് കാരണം എന്താ? ഇത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഒരു എക്സോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ അപ്പോ ഇൻക്രീസ് ചെയ്യാണ്. ആ, അപ്പം എക്സോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അപ്പോ Kp വാല്യൂ ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ ഫേവർ. Kp വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, next question. The reaction quotient for the reaction. The reaction quotient for the reaction. N2 plus 3H2 equilibrium with 2NH3 is given by the reaction quotient for the reaction N2 plus 3H2 equilibrium with 2NH3 is given by Q is equal to concentration of NH3 the whole square divided by concentration of N2 into concentration of H2 the whole cube. The reaction will proceed from right to left. The reaction will proceed from right to left if option A, Q equal to 0. Option B, Q equal to Kc. Option C, Q less than Kc. Option D, Q greater than Kc. Is answer ഓപ്ഷൻ ഡി. ഡി ആണോ മാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ പ്രൊസീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുക. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത് ഏതാ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ റിയാക്ഷൻ കോഷ്യന്റ് ഹയർ ആയിരിക്കും. അപ്പൊ Q ഗ്രേറ്റർ ദാൻ K ആയിരിക്കും വരിക. QC ഗ്രേറ്റർ ദാൻ KC. റിയാക്ഷൻ കോഷ്യന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കൂടുതലായിരിക്കും. Next question.
reaction, for the reaction, to BaO2 equilibrium with 2BaO plus O2 delta H equal to positive. Full stop. In equilibrium condition, pressure of O2 is depend on. In equilibrium condition, pressure of O2 is depend on. Options. Option A, mass of BaO2. Option B, mass of BaO. Option C, temperature of equilibrium. Option D, mass of BaO2 and BaO both. In equilibrium condition, Okay. Correct answer. Option C ആണ് temperature of equilibrium. Question ആണ് ചോദിച്ചത്. In equilibrium for the reaction 2BaO2 equilibrium with 2BaO plus O2. Delta H equal to positive. In equilibrium condition, pressure of O2 depend on. Equilibrium oxygen pressure എങ്ങനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സി ആണോ മിസ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിയാക്ഷനിൽ ഏതാ ഓക്സിജൻ മാത്രമേ ഗ്യാസ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സോളിഡ് ആണ്. സോ ഇവിടുത്തെ KP വാല്യൂ എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രഷറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്താ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഹയർ ടെമ്പറേച്ചറിൽ ഫോർവേഡ് ഡയറക്ഷനെ പ്രിഫർ ചെയ്യും. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ടെമ്പറേച്ചർ ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങൾ ഇത്രയൊന്ന് വേഗം നോക്കിക്കേ.
Next question ആയിരിക്കെ. Next question. In a two-step exothermic reaction, options, reaction A2 gas plus B2 gas equilibrium with 3C gas. Step 1, again equilibrium with D gas. The step 2. Then the steps 1 and 2 are favored by option A, high pressure, high temperature, and low pressure, low temperature. High pressure, high temperature, and low pressure, low temperature. Option B, high pressure, low temperature, high pressure, low temperature, and low pressure, high temperature. Option C, low pressure, high temperature, low pressure, high temperature, and high pressure, high temperature. Option D, low pressure, low temperature, and high pressure, low temperature. Is option D, low pressure, low temperature, and high pressure, low temperature. Okay, correct. Correct answer. Option D ആണ്. Low pressure, low temperature, and high pressure, low temperature. എങ്ങനെയാ ഇത് വരുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ രണ്ട് സ്റ്റെപ്പും എക്സോതെർമിക് ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോ ടെമ്പറേച്ചറിൽ മാത്രമേ റിയാക്ഷൻ ഫേവർ ചെയ്യുള്ളൂ, എക്സോതെർമിക് ആണ്. സോ പ്രഷറിന്റെ നമ്പർ ഓഫ് മോൾസിന് വേരിയേഷൻ വരുമ്പോഴാണ് പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2, ഇവിടെ 3 ആണ്. അപ്പൊ പ്രോഡക്റ്റിലാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ. ദാറ്റ് മീൻസ് നമ്മുടെ പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ സൈഡിലെ നമ്പർ ഓഫ് കുറവായതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. സോ ലോ പ്രഷറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫേവർ ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 3 മോൾസ്, ഇവിടെ 1 മോളാണ് ഡി ഉള്ളത്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റിൽ തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് കുറവ്. സോ പ്രഷർ കൂട്ടുമ്പോഴായിരിക്കും അത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ലോ ടെമ്പറേച്ചർ. Next question. The equilibrium constant for the reaction. A2 equilibrium with 2A at 500 Kelvin and 700 Kelvin are 1 into 10 raised to minus 10 and 1 into 10 raised to minus 5 respectively.
this given reaction is this given reaction. Option A, exothermic. Option B, slow. Option C, endothermic. And option D, fast. C, endothermic. അതെങ്ങനെയാ കിട്ടിയ endothermic ആണെന്ന്? ഹീറ്റ് അബ്സോർബ് ചെയ്യല്ലേ ചെയ്യാ ഈ ഒരു റിയാക്ഷനില്. അതെങ്ങനെയാ മനസ്സിലായ ഹീറ്റിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്? എങ്ങനെയാ മനസ്സിലായി? ഇത് ഫോർവേഡ് റിയാക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഒരു ഇക്വേഷനിൽ. ഇത് ജസ്റ്റ് ഇത്രേ തന്നിട്ടുള്ളൂ. ഒരു റിയാക്ഷൻ A to equilibrium with 2A. അത് 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അവിടുത്തെ equilibrium കോൺസ്റ്റൻസും തന്നിട്ടുണ്ട്. വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്കിത് പറയാം? എങ്ങനെയാ? Number of moles forward reaction. നമ്മളെ നമ്പർ ഓഫ് മോൾസിന് ഇൻഫ്ലുവൻസ് ഉള്ളത് പ്രഷർ കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ എന്താ ടെമ്പറേച്ചറോ കോൺസെൻട്രേഷനോ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് മോൾസ് അവിടെ നോക്കേണ്ട കാര്യമില്ല. അത് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. മിസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറും ഇല്ലേ? ഇവിടെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടിയെന്നല്ല പറഞ്ഞിട്ടുള്ളത്. 2 ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. 2 ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ റിയാക്ഷൻ നോക്കിയപ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 500 Kelvin നോക്കിയപ്പോൾ 10⁻⁻10, 700 നോക്കിയപ്പോൾ 10⁻⁻5. Kcന്റെ വാല്യൂ 10⁻⁻3. അപ്പം ആക്ച്വലി ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ ആണ്? നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് അതോ ഫോർവേഡ് ഡിറക്ഷൻ ആണ്? ആ വാല്യൂ കണ്ടിട്ട് ബാക്ക്വേർഡ് ആണ് നമ്മൾ പറഞ്ഞത്. Kcന്റെ വാല്യൂ 10⁻⁻3ക്കും 10⁻+3ക്കും ഇടയിലാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. 10⁻+3നേക്കാളും കൂടുതലാണെങ്കിൽ ഫോർവേഡ്, 10⁻⁻3നേക്കാളും കുറവാണെങ്കിൽ അത് ബാക്ക്വേർഡ്. ഇവിടെ തന്നിട്ടുള്ള വാല്യൂ 10⁻10 -5 ആണ്. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ വെച്ചിട്ട് അത് ഒരു റിയാക്ഷൻ ബാക്ക്വേർഡ് ആണോ ഫോർവേഡ് ആണോ എന്ന് അറിയണമെങ്കിൽ അവിടെ ΔH വാല്യൂ നമുക്ക് അറിയണം. അങ്ങനെയൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് പ്രോഡക്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം ഇത് ഫോർവേഡ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഡയറക്ഷനിലോട്ടല്ല ഫേവർ ചെയ്യുന്നത്, റിയാക്ടൻ സൈഡിലോട്ടാണ് റിയാക്ഷൻ ഫേവർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതെന്ന് പറയുന്നത് വെരി 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 സ്ലോ റിയാക്ഷൻ എന്നാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ലോ റിയാക്ഷൻ. സ്ലോ റിയാക്ഷൻ, ഫാസ്റ്റ് റിയാക്ഷൻ മീൻസ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഹയർ ആയിരിക്കും. സ്ലോ റിയാക്ഷൻ മീൻസ് പ്രോഡക്റ്റ് ഫോർമേഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ Kcന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ഫോർമേഷൻ കുറവാണ്. കാരണം പവർ വളരെ വലിയ നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് അത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ ΔH വാല്യൂ വേണം. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ഹീറ്റ് എന്നോ ഇവിടെ ഒരു പ്ലസ് ഹീറ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഹീറ്റ് എന്നൊക്കെ തന്നിരുന്നാൽ അവിടെ എക്സോ ആണോ എൻഡോ എന്നാണെന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് ജസ്റ്റ് ഒരു റിയാക്ഷൻ തന്നിട്ട് 2 Kp വാല്യൂ അല്ലെങ്കിൽ Kc വാല്യൂ തന്നിരുന്നാൽ അത് ആ റിയാക്ഷന്റെ എക്സ്റ്റെന്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എത്ര ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്ന് മാത്രം. അപ്പൊ ഇത് എന്താ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് ഫോർമേഷൻ കുറവാണ്, അതായത് സ്ലോ റിയാക്ഷൻസ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ പിള്ളേർ? ഒന്നുകൂടി പറയാം, മനസ്സിലായില്ല. ഓക്കെ, ആ റിയാക്ഷന്റെ Kc വാല്യൂ നോക്കുക. Kc വാല്യൂ വെച്ചിട്ട് റിയാക്ഷൻ ഏത് ഡിറക്ഷനിലോട്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഫോർവേഡ് ഡയറക്ഷനിലോട്ടാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഫോർമേഷൻ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. എത്ര ഈ 10⁻+3നേക്കാളും എത്രത്തോളം പവർ കൂടുന്നുണ്ടോ അത്രത്തോളം റിയാക്ഷൻ ഫാസ്റ്റർ ആണ്, ഓർ മോർ ഫാസ്റ്റ് ആണ്.
-3 എത്രത്തോളം വാല്യൂ കുറയുന്നുണ്ടോ അത്രത്തോളം റിയാക്ഷൻ സ്ലോ ആണ്. എന്ന് വെച്ചാൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ മീൻസ് 2A A2 ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഡക്റ്റ് അവിടെ കുറഞ്ഞു വരികയാണ്. പ്രോഡക്റ്റ് കുറയുക മീൻസ് റിയാക്ഷൻ സ്ലോ ആവുകയാണ് എന്നാണ് മീനിങ്. മനസ്സിലായോ മിൻഷ? ആ മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതിക്ക്? സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് for isomerization reaction. For isomerization reaction, cis 2-pentene equilibrium with trans 2-pentene is -3.67 kilojoule per mole at 400 Kelvin. Next sentence. If more trans 2-pentene, if more trans 2-pentene is added to the reaction vessel, comma, then option A, more cis 2-pentene is formed. More cis 2-pentene is formed. Option B, equilibrium remains unaffected. Equilibrium remains unaffected. Option C, additional trans 2-pentene is formed. Additional trans 2-pentene is formed. Option D, equilibrium is shifted in forward direction. Equilibrium is shifted in forward direction. ഏതാ correct answer? Option A ആണ് മിസ്. Cis 2-pentene is Option formed. A ആണ്. Okay, option A ആണ് correct answer. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ട്രാൻസ് 2-pentene അഡീഷണൽ ആഡ് ചെയ്തു. അപ്പോൾ പ്രോഡക്റ്റ് കൂടുതൽ ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. That means cis 2-pentene കൂടുതൽ ഫോം ചെയ്യും. Okay, correct answer option A. Next question. According to Le Chatelier's principle, comma, adding heat to a solid, equilibrium with liquid equilibrium. Adding heat to a solid, equilibrium with liquid equilibrium will cause the options. Option A, temperature to increase. Option B, temperature to decrease. Option C,
amount of liquid to decrease, amount of liquid to decrease. Option D, amount of solid to decrease, amount of solid to decrease, solid to decrease. Question ഒന്നുകൂടെ വായിക്കാം. According to Le Chatelier's principle, adding heat to a solid equilibrium with liquid equilibrium will cause the according to Le Chatelier's principle, adding heat to a solid equilibrium with liquid equilibrium will cause the. Correct answer ഏതാ? D ആണോ മിസ്? ഇൻക്രീസ് ആണ്. Correct answer option D ആണ്. Amount of solid to decrease. അപ്പൊ എങ്ങനെയാ? Solid liquid equilibrium ആണ്. അപ്പൊ ഇത് ഏത് റിയാക്ഷനാ? എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? എൻഡോതെർമിക് റിയാക്ഷൻ ആണോ എക്സോതെർമിക് റിയാക്ഷൻ ആണോ? സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. സോളിഡ് ലിക്വിഡ് ആവുന്നതിന് എന്താ വേണ്ടേ? എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് ആണ്. ടെമ്പറേച്ചർ കൊടുത്തിട്ടല്ലേ സോളിഡ് ലിക്വിഡ് ആക്കുക. അതായത് ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. സോ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ എൻഡോതെർമിക് റിയാക്ഷന് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ മോർ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറും. അതായത് സോളിഡിന്റെ എമൗണ്ട് അവിടെ കുറഞ്ഞു വരും, ലിക്വിഡ് കൂടി വരും. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എമൗണ്ട് ഓഫ് സോളിഡ് ടു ഡിക്രീസ്. ഓക്കെ, മിസ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു. ഈ ടെമ്പറേച്ചർ ടു ഡിക്രീസും എമൗണ്ട് ഓഫ് സോളിഡ് ടു ഡിക്രീസും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞിട്ടോ ഈ ഒരു ഇതില് ഓപ്ഷനില്? അതില് പറഞ്ഞിട്ടുള്ളത് നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണോ, ടെമ്പറേച്ചർ ടു ഡിക്രീസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയുകയാണ് ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. എമൗണ്ട് ഓഫ് സോളിഡ് ടു ഡിക്രീസ് എന്ന് വെച്ചാൽ സോളിഡിന്റെ എമൗണ്ട് കുറയുകയാണ്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറയാണോ ചെയ്യുന്നത്, സോളിഡ് കുറയാണോ ചെയ്യുന്നത്? സോളിഡ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇരിക്കെ. Which one of the following information can be obtained on the basis of Le Chatelier's principle? On the basis of Le Chatelier's principle. Options. Option A, dissociation constant of a weak acid. Dissociation constant of a weak acid. Option B, entropy change in a reaction. Entropy change in a reaction. Option C, equilibrium constant of a chemical reaction. Equilibrium constant of a chemical reaction. Option D, shift in equilibrium position. Shift in equilibrium position on changing value of a constraint. Shift in equilibrium position on changing value of a constraint. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് Le Chatelier's പ്രിൻസിപ്പിളിൽ നിന്ന് കിട്ടുന്നത്? ഡി ആണോ മിസ്? ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഷിഫ്റ്റ് ഇൻ equilibrium position on changing value of a constraint. Okay.
Next question. The rate constant for forward and backward reaction of forward and backward reaction of hydrolysis of ester R 1.1 into 10 raised to minus 2 and 1.5 into 10 raised to minus 3 per minute respectively. Full stop. Equilibrium constant for the reaction. CH3COO C2H5 plus H plus equilibrium with CH3COOH plus C2H5OH is options. Option A 4.3, option B 5.33, option C 6.33 and option D 7.33. First the rate constant for forward and backward reaction of hydrolysis of ester are 1.1 into 10 raised to minus 2 and 1.5 into 10 raised to minus 3 per minute respectively. Equilibrium constant for the reaction. Equilibrium constant rate constant rate constant equilibrium constant equation equilibrium constant Kc in the forward direction rate constant Kf backward reaction rate constant Kb ratio of rate constant of forward reaction to that of backward reaction is known as equilibrium constant. The equilibrium constant list Kf by Kb equation calculate calculate answer. Mr. D 7.33 ആണോ? Okay, correct. Option B 7.33. Just substitute here, divide through. Next question. For the reaction, CH4 gas plus 2O2 gas equilibrium with CO2 gas plus 2H2O liquid. Delta HR is equal to minus 170.8
kilojoule mole raised to -1. Which of the statement is not true? Which of the following statement is not true? Which of the following statement is not true? Statement says option A, the equilibrium constant for the reaction. The equilibrium constant for the reaction is given by Kp is equal to concentration of CO2 divided by concentration of CH4 into concentration of O2 the whole square. Option B, addition of CH4 or O2, addition of CH4 or O2 at equilibrium will cause a shift to the right. Will cause a shift to the right. Option C, the reaction is exothermic. The reaction is exothermic. Option D, at equilibrium, the concentration of CO2 and CO2 gas and H2O liquid are not equal. CO2 gas and H2O liquid are not equal. Is a wrong statement. A ആണോ മിസ്സേ? Okay, correct answer A. എന്താ mistake? A ആണ് correct answer. ഇവിടെ Kp ആണ് തന്നിട്ടുള്ളത്. Kp യുടെ നമ്മൾ കോൺസെൻട്രേഷൻ ആണോ യൂസ് ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? Kp is equal to partial pressure of CO2 divided by partial pressure of CH4. CH. Partial pressure of O2 the whole square. അപ്പൊ P ആണ് എഴുതേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അതിന് പകരം കോൺസെൻട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. അതാണ് മിസ്റ്റേക്ക്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അയോണിക് ഇക്വിലിബ്രിയം ആണ്. അയോണിക് ഇക്വിലിബ്രിയം, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആസിഡ് ബേസ് കോൺസെപ്റ്റ്, pH വാല്യൂ, സോളിബിലിറ്റി പ്രോഡക്റ്റ്, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഡൗട്ട് ഇല്ല എങ്കിൽ ലീവ് ചെയ്യാം. നമുക്ക് ഇന്നത്തേക്ക് വൈകിട്ട്. Thank you, Miss. ഓക്കെ, നിങ്ങൾ എല്ലാവരും CBSE കാരാണോ? സ്റ്റേറ്റ് എല്ലാം എക്സാം ആയിട്ട് പോയല്ലോ. ഇല്ല മിസ്, നാളെ എക്സാം ഉണ്ടോ? ഞങ്ങളുടെ കഴിഞ്ഞു. ആ, കഴിഞ്ഞോ? ഇല്ല, നാളെ എക്സാം ഉണ്ട്. ഓക്കെ. ഞങ്ങളുടെ കെമിസ്ട്രിയും ബോട്ടണിയും കഴിഞ്ഞു. ഓ, എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മാം ഇപ്പൊ പറഞ്ഞ